എല്ലാവരും കൈ മുകളിലേക്ക് പൊക്കുവിൻ. ഇവിടെയുള്ള ആരെങ്കിലും അതിബുദ്ധി കാണിക്കുവാൻ നിന്നാലുണ്ടല്ലോ ചുണ്ണാമ്പാക്കി കളയും ഞാൻ. ഹലോ മാനേജരെ, താൻ വേഗം ചെന്ന ലോക്കറൊന്ന് തുറക്ക്. എന്നിട്ട് അതിലുള്ള പണം മുഴുവനും എണ്ണാതെ പെറുക്കി പെറുക്കി ഇട്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഓ, ലഡ്ഡു സിംഗ് എഴുന്നള്ളിയല്ലേ? 3D ഗ്ലാസ് വെക്കേണ്ട വല്ല ആവശ്യം ഉണ്ടോ? തനിക്കെന്താ കണ്ടൂടെ ഞാനിവിടെ ബാങ്ക് കൊള്ളയടിക്കുന്നത്? ജ്വാല, ആ ലഡ്ഡു സിംഗിന്റെ കളിത്തോക്കങ്ങ് മേടിച്ച് വെച്ചേരെ മോനെ. ആഹാ, നാ പിടിച്ചോ, കളിത്തോക്ക് പിടിച്ചോ. ഇനി പറയ്, എന്താ ഞാൻ ചെയ്യേണ്ടത്? ആ, അത് ശരി, നിങ്ങളൊക്കെ വെറുതെ ബാങ്ക് കാണാൻ വന്ന ആൾക്കാരാണല്ലേ. നിങ്ങൾ എന്തിനാ വെറുതെ കൈ പൊക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കണേ? ഇവരാരെയും ഒന്നും ചെയ്യില്ല. ഈ ബാങ്കിലെ പണം മുഴുവനും കൊള്ളയടിച്ച് അവര് മിണ്ടാതങ്ങ് പോയിക്കോളും, അത്രേ ഉള്ളൂ. മാനേജർ സാറേ, അതങ്ങ് കൊടുക്ക്. അവർക്ക് എത്ര പണം വേണച്ചാ അവരങ്ങ് എടുത്തോട്ടെ. നിങ്ങൾ കൊടുത്തേക്ക്. പണത്തെ കുറിച്ച് എന്ത് പറയാനാ? ഇന്ന് നിങ്ങളുടെ അടുത്തുണ്ട്, നാളെ ഇവരുടെ അടുത്തുണ്ടാവും, മറ്റന്നാൾ എന്റെ അടുത്ത് കിട്ടും. ലഡ്ഡു സിംഗ് സാറ്, താങ്കൾ ഇവിടെ വരെ വന്നിട്ട് കള്ളന്മാരുടെ ഭാഗം നിൽക്കുന്നല്ലോ. മാനേജർ സാർ, നിങ്ങളെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതല്ലേ? ഇവർ എന്തുമാത്രം ബുദ്ധിമുട്ടി പരിശ്രമിച്ചാണ് ഒരു ബാങ്ക് കൊള്ളടിക്കാൻ വരുന്നതെന്ന് നിങ്ങൾക്ക് അറിയോ? അപ്പോഴൊക്കെ പോലീസ് ഇവരെ വന്ന് പിടിച്ചു കൂട്ടിക്കൊണ്ട് പോകും. ഇവർക്കും ജീവിക്കണം എന്നുണ്ടെങ്കിൽ പണം വളരെ അത്യാവശ്യമാണ്, അതറിയോ? ശരി, വിഷമിക്കണ്ട, ഞാൻ നിങ്ങളെ സഹായിക്കാം. അല്ല സഹോദര, ഇപ്പൊ നിങ്ങൾക്ക് തൃപ്തിയായില്ലേ? ഈ ഫസ്റ്റ് എയ്ഡ് കിറ്റും കൂടെ കൊണ്ടുപോയിക്കോ, ഇതും നിങ്ങൾക്കുള്ളതാണേ. ലഡ്ഡു സിംഗ്, എന്ത് പറ്റി? വല്ല കുഴപ്പമുണ്ടോ? ആ, തരുന്നത് കൊണ്ട് മേടിക്കുന്നതിന് കുഴപ്പമില്ല. പോലീസുകാരെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാണാം. ബൈ. വീണ്ടും വരണം. ഓക്കേ, ഞാൻ കാത്തിരിക്കും. നിങ്ങൾ ഇതെന്തായി കാണിച്ച ലഡ്ഡു സിംഗ് സാറ്? ആഹാ, അറിയാന്നേ, എന്തിനാ പേടിക്കുന്നേ? അതങ്ങ് തിരിച്ചു വരും. ശിവ, ഈ ചെറുക്കൻ നമ്മളെ ഫോളോ ചെയ്യണ്ടെന്നാ തോന്നുന്നത്. കുട്ടി ചാകാൻ വന്നിരിക്കുവാണോ? മാറ്, വഴിന്ന് മാറാനാ പറഞ്ഞത്. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ എന്നാണ് എന്റെ പേര്. എന്റെ തല പോയേ. കൊള്ളാം, ലഡ്ഡു സിംഗ് സാർ ഈ ബോക്സ് തന്നത് നന്നായി. ഞാനാ, ആ ഫസ്റ്റ് എയ്ഡ് കിറ്റ് എവിടെയാണ്? എടുത്തോട്ട് വാ, വേഗം ചെല്ല്. പോ. ചിലപ്പോ ഇതിനായിരിക്കും ലഡ്ഡു സിംഗ് സാർ നമുക്ക് ഫസ്റ്റ് എയ്ഡ് ബോക്സ് തന്നത്. ഓ, ഈ കിറ്റിലുള്ള മരുന്നൊക്കെ തീർന്നു. ഈ ഇടി ഒന്ന് നിർത്ത്. ശിവ, ഇനി നിനക്ക് രക്ഷയില്ല. എന്റെ കയ്യിൽ നിന്ന് നിനക്ക് രക്ഷയില്ല. ബോസ്, ഇതിനകത്ത് മരുന്ന് തീർന്നു പോയല്ലോ. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ വേഗം ഓടിക്കോളൂ. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞതല്ലേ, നമുക്ക് വീണ്ടും കാണണമെന്ന്. ലഡ്ഡു സിംഗ് സാറെ, വേഗം എല്ലാം പെറുക്കിയെടുക്ക്. ഒരു നോട്ട് മിസ്സായ പിന്നെ എന്റെ കസ്റ്റമർക്ക് എന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ല. ബോസ്, എനിക്ക് മനസ്സിലാവുന്നില്ല, ഇതെന്താ പുതിയതൊരു വേഷത്തില്?
ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് വല്ല പോവാണോ? ഭൂമിയുടെ മുകളിലല്ലടോ, ഭൂമിയുടെ അടിയിൽ നിന്നാണ് മോഷ്ടിക്കാൻ പോണത്. ഇനി തുരങ്കത്തിലൂടെ പോകും. പക്ഷേ ബോസ്, നമ്മള് ചുരങ്കം ഉണ്ടാക്കി പടുകളവന്മാരാവും. കാണാൻ പോകുന്ന പൂരം കണ്ടിട്ട് പറ. പ്രായമൊന്നുമായിട്ടില്ലടേ. 1 മിനിറ്റ് കൊണ്ട് ഞാൻ എല്ലാം കൈക്കലാക്കും. ഓക്കെ. ബോസ്, ഇത് അടിപൊളിയായിട്ടുണ്ടല്ലോ. ഈ ഒരു ഐഡിയ എന്തേ നേരത്തെ എടുക്കാതിരുന്നത്? എന്റെ അതൊരു പുതിയ കളിയാ. ഇനി ഞാൻ മോഷ്ടിക്കുന്നത് എങ്ങനെയാണെന്ന് ആരും അറിയില്ല. ഞാൻ തിരിച്ചു വന്നത് കണ്ടോ? അതെ, സുരംഗ. ബോസ്, ഭൂമിക്കടിയിൽ കൂടെ പോയ ബാങ്ക് എവിടെയുണ്ടെന്ന് എങ്ങനെയാ മനസ്സിലാക്കുക? ഞാൻ ബാങ്കിന്റെ പേര് പറഞ്ഞാ മതി. പിന്നെ എന്റെ ഈ സ്പെഷ്യൽ കണ്ണാടിയിൽ ബാങ്കിന്റെ റൂട്ട് തെളിഞ്ഞു കാണും. ഞാൻ അങ്ങനെ അത് ഫോളോ ചെയ്ത ബാങ്കിന്റെ അടുത്തെത്തുമല്ലോ. ഓൾ ദി ബെസ്റ്റ് ബോസ്, ഓൾ ദി ബെസ്റ്റ്. ഇനി നിങ്ങളെ ആർക്കും പിടിക്കാൻ പറ്റില്ല. ഇന്ന് ഞാൻ പോകുന്നത് വേദാസ് ഇന്റർനാഷണൽ ബാങ്കിലേക്കാണ്. രംഗ സന്തോഷവാനായി. ഞാൻ മോഷ്ടിക്കുന്നത് ആരും കാണില്ല. ഈ നോട്ടുകളുടെ കൂമ്പാരം മുഴുവനും ഞാൻ കൈക്കലാക്കും. മര്യാദയില്ലാത്തവൻ. ആരുടെയെങ്കിലും മുറിയിലോട്ട് വരുമ്പോ കൊട്ടിട്ട് അറിയില്ലേ? സോറി സാറേ, എന്ത് പണിയാ കാണിച്ചേ? ഇത് ആരെയും വീടൊന്നല്ല സാറേ, ഇത് ബാങ്കിന്റെ ലോക്കറല്ലേ. അകത്താരാ ഉള്ളത്? ശരിയാണല്ലോ. ലഡ്ഡു സിംഗ് സാറേ. നഗരത്തിലെ സ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുന്നു. നഗരത്തിലെ പലയിടങ്ങളിലും വിലപിടിപ്പുള്ള സാധനങ്ങൾ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. തുരങ്കമുണ്ടാക്കിയാണ് മോഷണം നടത്തുന്നത്. പോലീസിന് കള്ളനെ പിടിക്കുവാൻ സാധിക്കുന്നില്ല എന്നതാണ് സത്യം. ഇന്ന് രാത്രി കാണുക, തുരങ്കമുണ്ടാക്കി മോഷണം നടത്തുന്ന മിടുക്കന്റെ സ്പെഷ്യൽ ഷോ. ഹലോ ലഡ്ഡു സിംഗ് സ്പീക്കിംഗ്. ഹലോ അതെ ഇന്റർനാഷണൽ ബാങ്ക് തന്നെ. ഹലോ, ഏത് ജ്വല്ലറി ആണെന്ന്? ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ. അതായത് ഹലോ അതെ, ഈ ഫോണിൽ കൂടെ ഒന്ന് മുഴുവൻ പറയാൻ സമ്മതിക്കേ. ഹലോ, ഈ ലഡ്ഡു സിംഗിന്റെ പേര് വെറുതെ അല്ല. ഹലോ ശിവ, നീ ഇതെവിടെയാണ്? മോഷണം നടന്ന സ്ഥലത്തൊക്കെ വലിയൊരു തുരങ്കം കാണുന്നുണ്ട്. പെട്ടെന്ന് മോഷ്ടിക്കുന്ന ഒരാള് എങ്ങനെയാണ് ഈ തുരങ്കം ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഒരു സ്ഥലത്ത് നിന്ന് വരുന്നു, വേറൊരു സ്ഥലത്ത് തുരങ്കം ഉണ്ടാക്കി പോകുന്നു. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഞങ്ങൾ എല്ലാവരും വളരെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോ രേവ, നീ ഐപാഡിൽ ഗെയിം കളിച്ചോണ്ടിരിക്കുകയാണല്ലേ? ഇത് ശരിയല്ല കേട്ടോ. ഞാൻ ഗെയിം കളിക്കുകയല്ല, മോഷണത്തിന്റെ ഡീറ്റെയിൽ കളക്ട് ചെയ്യായിരുന്നു. ശിവ, ദാ നോക്കൂ, ഇത് കണ്ടോ? ഈ റെഡ് കളർ മാർക്കുള്ള ബാങ്കുകളിൽ ഇതുവരെ മോഷണം നടന്നിട്ടില്ല. വെരി ഗുഡ് രേവ. ഇത്രയും ബാങ്കുകളിൽ മോഷണം നടന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും മോഷ്ടാവ് ഈ ബാങ്കുകളിൽ കൊള്ളയടിക്കാൻ വരും. ഇതിൽ ഏറ്റവും വലിയ ബാങ്കാണ് വേദാസ് മൾട്ടിനാഷണൽ ബാങ്ക്. കള്ളന്റെ അടുത്ത ടാർഗറ്റ് ഇതായിരിക്കാം. നമുക്ക് തീർച്ചയായിട്ടും ഈ റൂട്ടിൽ അലർട്ട് ചെയ്യണം. ശിവ, ഭൂമി കുലുങ്ങുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നു. ഭൂകമ്പം വരികയാണെന്ന്. പെട്ടെന്ന് ഭൂമി പിളർന്ന് നമ്മൾ അകത്തേക്ക് പോയാല് നമ്മളെല്ലാരും പോകുമോ ശിവ? പേടിയാകുന്നു എനിക്ക് ശിവ. ഭൂമി കുലുക്കം വരുന്നു. ഇത് ഭൂകമ്പമല്ല, ഭൂമി ആരോ തുറക്കുന്ന ശബ്ദമാണത്. അതാ, അത് കണ്ടില്ലേ? ആ ബാങ്കിന്റെ നേർക്കാണ് മൂവ്മെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. വരൂ, ഫാസ്റ്റ്.
ലഡു സിംഗ് സർ എത്രയും പെട്ടെന്ന് മൾട്ടിനാഷണൽ ബാങ്കിലേക്ക് വരൂ. ഇതെന്താ ഇവിടെയുള്ള പണമൊന്നും കാണുന്നില്ലല്ലോ. ആരായിരിക്കും ചെയ്തത്? എന്തായാലും പുറത്തേക്ക് നോക്കാം.